എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇത്രയൊക്കെ സൗണ്ടുള്ളോ? ഇവിടെ പൊരിഞ്ഞ മഴയാണ് മക്കളെ. ഇവിടെ പൊരിഞ്ഞ മഴയാണ് കേട്ടോ. അപ്പോൾ സൗണ്ടൊക്കെ ഇത്തിരി കുറയും, ക്ഷമിക്കെല്ലാവരും. എൻ്റെ അമ്പലത്തിൻ്റെ അവസ്ഥ കണ്ടില്ല, ഇങ്ങനെ തന്നെ ഒക്കെ വെള്ളമാണെന്നറിയാം. ഒക്കെ വെള്ളമായിട്ട് കിടക്കുക. അപ്പോൾ ഇന്നത്തെ വിഷയം എൻ്റെ ചോറ്റുപാത്രം തന്നെ. അപ്പോൾ എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി കേട്ടോ. ഇനി വേറെ വിഷയം കിട്ടാത്തതുകൊണ്ടാണോ ഇത് ചെയ്തതെന്ന് ആരും ചോദിക്കണ്ട. വേറെ വിഷയം കിട്ടാത്തതുകൊണ്ടൊന്നല്ല. എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാനത് ചെയ്യും. അപ്പം അതിനോട് താല്പര്യം ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. അല്ലാത്തവരൊക്കെ പോയിക്കോളേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. മറ്റുള്ളവരിലേക്ക് എത്താവുന്ന ഷെയർ ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടെ കമൻറ്റ് ചെയ്തോളൂ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനൊക്കെ അമർത്തി കണ്ടോളൂ കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് എൻ്റെ ചോറ്റുപാത്രത്തിലേക്ക് ആരും എത്തിച്ചു നോക്കണ്ട. കാരണം ഒന്നുമില്ല, അന്നില്ലാഞ്ഞിട്ടാണോ? അല്ല, ഞാൻ മോരൊഴിച്ച് കറി വയ്ക്കാൻ ചേമ്പൊക്കെ നന്നാക്കി അടുപ്പത്ത് വെച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചു. രാവിലെ തൊട്ട് ഇവിടെ കറണ്ടില്ല. അപ്പോൾ അരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് വേവിച്ചിട്ടാണ് ഇറക്കി വെച്ചു. അപ്പോൾ അതിനോടൊപ്പം കഴിക്കാനായിട്ട് പയറുപ്പേരി ഉണ്ടാക്കി. പയറുപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടിപ്പയറുണ്ടല്ലോ, മച്ചിപ്പയർ എന്തൊക്കെ പറയും. ഇവിടെ പച്ചപ്പയർ, ചുമന്ന പയർ ഇതൊക്കെ പറയും. അപ്പോൾ ആ പച്ചപ്പയർ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ആ ചുമന്ന പയർ ഉപ്പേരി വെച്ചു. നോക്കുമ്പോൾ രണ്ട് പപ്പടമുണ്ട്. അതങ്ങോട്ട് പിച്ചി ചീന്തിക്കറക്കറാക്കിയിട്ട് അങ്ങോട്ട് വറുത്ത് കിട്ടും. ഇത് രണ്ടിന് ഇന്നത്തെ ചോറിനുള്ളൂ. അതുകൊണ്ട് ആരും ചോറ്റുപാത്രത്തിലേക്ക് എത്തിച്ച് നോക്കിയിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഉള്ള കാര്യം ഞാൻ തുറന്ന് പറഞ്ഞുള്ള സംഭവങ്ങൾ. അപ്പോൾ മോര് കരണ്ട് വരുമ്പോൾ മോര് വെച്ച കറി വെച്ച് വയ്ക്കാം. ഉണ്ണിയപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞ പോലെ മോരിക്കറി വെച്ചാൽ നമുക്കൊരു സുഖമായിട്ട് 2 ദിവസം കഴിക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ. ഇതുണ്ടോ, പച്ചപ്പയർ, പാപ്പടം, ഇത്രയേ ഉള്ളൂ. ഇത് കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ഉണ്ണും ചോറും. പിന്നെ ഞാൻ കഴിക്കും, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വെക്കില്ല കേട്ടോ. അമ്മയ്ക്ക് ചാറുകറി എന്നെ വേണം. അവത്തിരുന്ന് കുരു കൊടുക്കുന്നുണ്ട്. എങ്ങനെ അത് കൂട്ടുന്നത് ഞാനൊക്കെ കഴിക്കും. എന്താ പറയുക, മഴ കൊണ്ടൊന്നും തുണികൾ കഴുകാൻ കുറേ കിടക്കുന്നുണ്ട്. ഒന്നും പറ്റില്ല. ഇവിടെ ഇടാനായിട്ട് എൻ്റെ തറത്തിൻ്റെ മുകളിൽ കുന്തരാണ്ടൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. തുണികളൊക്കെ ഉണക്കിയെടുക്കാൻ മഴക്കാലത്ത്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അത് രുചികരമായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ കിട്ടാം. അവർ കഴിക്കുന്നത് നോക്കിയിരിക്കുക. അതുപോലെ യൂട്യൂബ് ചാനലിൽ ഹിന്ദിക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഇടുന്നുണ്ട്. അതിൽ 1-2 എനിക്ക് വളരെ താല്പര്യം. അത് ഞാൻ അങ്ങനെ ഇരുന്നതാണ്. കാരണം എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ള മക്കളും ഉണ്ടാവും, എൻ്റെ ചാനൽ കാണുന്ന മക്കളും ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ പുറത്തേക്ക് പോകണമെന്നുണ്ട്. എന്താ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുക. കാരണം എൻ്റെ കുറച്ച് സ്വർണം പണയത്തിലുണ്ട്.
ഒരാൾക്ക് 45,000 രൂപ കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് പെട്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പണ്ടം കൊണ്ട് പണം വെച്ചു അവർക്ക് കൊടുത്തു. 40 പണം വെച്ചു, 5 എൻ്റെ ഉണ്ടായിരുന്നു, അത് വിട്ട് കൊടുത്തു. അപ്പോൾ മാസം പലിശ അടയ്ക്കുക, പലിശ അടയ്ക്കണം കേട്ടോ. പലിശ അടയ്ക്കാണ്ടിരിക്കരുത്. എൻ്റെ കുറേ സ്വർണ്ണം റിജക്ട് ചെയ്ത് പോയി. കാരണം പലിശ അടയ്ക്കാണ്ട് കൊല്ലം 2 കൊല്ലമൊക്കെ അടി ചെല്ലുമ്പോൾ പലിശ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ കുറേ സ്വർണ്ണം നഷ്ടപ്പെട്ടു പോയി. ഇനി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കാരണം 1 ഗ്രാം എടുക്കണമെങ്കിൽ ഇന്ന് നമ്മളെക്കൊണ്ട് സാധിക്കില്ല കേട്ടോ, സാധാരണക്കാരെ കൊണ്ട്. അപ്പം ഉള്ളത് കളയാണ്ട് എന്താ പറഞ്ഞാൽ ഉള്ളത് കളയാണ്ട് സൂക്ഷിക്കുക. കാരണം കുറേ പണ്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എടുക്കാനും പറ്റില്ല എപ്പോഴൊന്നും. ഉള്ളത് നഷ്ടപ്പെടുത്താണ്ട് നോക്കണം. സ്വർണ്ണം വീട്ടിൽ വെച്ചിട്ട് എന്തിനും ചോദിക്കില്ല. അപ്പം നമുക്കിതുപോലെ സ്വർണ്ണം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെരുമാറി കിട്ടും. ഭയങ്കര മഴ മക്കളെ. രാവിലെ എഴുന്നേറ്റാൽ ഈ വെള്ളത്തിൽ നിൽക്കണം. എനിക്ക് തണുപ്പ് അടിക്കാൻ പറ്റാണ്ടായി. എനിക്ക് തണുപ്പ് പെട്ടെന്ന് ശരീരത്തിലേക്ക് എടുക്കും. ചിലവരുടെ ശരീരത്തിൻ്റെയാണ് പെട്ടെന്ന് തണുപ്പെടുക്കും. എന്നാൽ അത് ഇങ്ങനെ വിറക്കും ഞാൻ. മഴ നിൽക്കുമ്പോൾ ഞാൻ പുറത്തേക്കും പോകില്ല. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പേടിയാണ്. ഞാൻ പുറത്തേക്ക് കാണാൻ പോകുമ്പോൾ വാർത്തകളിങ്ങനെ കേൾക്കില്ല. അപ്പോൾ ഭയങ്കര പേടി. മക്കളോ, അപ്പം ഇന്നതൊക്കെയുള്ളോ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഇവരെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ.